സിനിമയിൽ പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുന്ന സാഹസിക രംഗങ്ങൾ പലപ്പോഴും നായികന്മാർക്കൊക്കെയായി ചെയ്തു കാണിക്കുന്നത് ഡ്യൂപ്പ് ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ അവരെ കാണാറില്ല, അവർ എപ്പോഴും പിന്നണിയിലായിരിക്കും ഉണ്ടാവുന്നത്. അപാരമായ മനക്കരുത്തും ആത്മധൈര്യവും മുതലാക്കിയവർ ഡ്യൂപ്പ് ചെയ്യാൻ തയ്യാറാവാറുള്ളൂ. എപ്പോഴും ഡ്യൂപ്പ് ആർട്ടിസ്റ്റ് മേഖലയിൽ വളർന്നു വരുന്ന കോഴിക്കോട് സ്വദേശിയും MMA താരവുമായ മുഹമ്മദ് സാജിറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളിപ്പോൾ ഒരു പേപ്പർ മുദ്രപേപ്പർ ഉണ്ട്, അവർ മുദ്രപേപ്പറിൽ ഒപ്പിടിപ്പിക്കും. പിന്നെ രണ്ടാമത് നമ്മളെ കൊണ്ട് ഒരു വീഡിയോ വിഷ്വലായിട്ട് പോലെ ചെയ്യിപ്പിക്കും. ഈ പടത്തിന് വേണ്ടി നമ്മൾ പ്രൊഡക്ഷനത്തിന് വേണ്ടിയിട്ട് പോലെ ചെയ്യിപ്പിക്കും. എന്ത് പറ്റിയാലും ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല, ഈ പ്രൊഡക്ഷനോ ഇതിനോ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ആ ഒരു ഇതിൽ പക്ഷെ നമ്മളത് ചെയ്യും. ആ ഒരു നമ്മളെ ഫീൽഡ് അതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ചെയ്തു പോകും. ഞാനിപ്പോൾ ചെയ്ത മൂവീസ് കളി, ആദി, പിന്നെ പറന്ന് ചെല്ലാൻ, പിന്നെ ബിഹൈൻഡ് ദ 7th സീസൺ കൃഷാന്ത് സാർ വേറൊരു പടമുണ്ട്. പിന്നെ ഇപ്പോൾ സംഭവം നാലൊരു സംഘം എന്ന് പറഞ്ഞൊരു പടം നവംബറിൽ റിലീസാവും. അതിൽ പോലീസുകാരനായിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, കത്തിക്കുണ്ട്, കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഇഞ്ചറീസ് എങ്ങനെയായാലും നമ്മൾ സ്റ്റണ്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും ഇഞ്ചറീസ് ഉണ്ടാവും. ഇഞ്ചറീസ് നന്നായിട്ടുണ്ടാവും എങ്ങനെയായാലും. ഇപ്പോൾ അടുത്തൊരു വർക്ക് കിട്ടിക്കുക, അടുത്ത വർക്കിലും ഇതുപോലെ തന്നെ ഹൈറ്റിൻ്റെ മുകളിൽ ചാടാനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കളി എന്ന് പറഞ്ഞ ഒരു പടത്തിൽ നമ്മൾ ഹൈറ്റിൻ്റെ മുകളിൽ ചാടി വന്നു, കാലിന് ചെറിയ ഇഞ്ചറി ആയി, മുഖം അടിച്ച് വീണെടുക്കുക, പല പ്രശ്നങ്ങളും നമുക്ക് അതിലുണ്ടായിട്ടുണ്ട്. മെൻ്റലി നമ്മൾ നല്ല പ്രിപ്പയർ ആയിരിക്കണം. അല്ലാതെ നമ്മൾ മെൻ്റലി ഡൗൺ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ടൈമിൽ നമുക്ക് പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു സാധനത്തിന് നമ്മളെ പിടിച്ച് കയറുകയാണെങ്കിൽ ചെറിയൊരു ടൈം മതി, അതിനുള്ള വീണ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇഞ്ചുറീസ് ആണ്, ചിലപ്പോൾ മരിച്ചു പോകാൻ വരെ സാധ്യത ഉണ്ട്. നമ്മളതിൽ സിനിമയിൽ ആക്ട് ചെയ്യാനായിട്ട് പോകല്ലോ, നമ്മൾ സ്റ്റണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു വികാരമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ പോയി ചെയ്യുന്നതാണ്. ഇപ്പോൾ ബൈക്കിൻ്റെ മുകളിൽ ചാടിച്ചപ്പോൾ എല്ലാവരും വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെയും പക്ഷേ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ വീണ്, രണ്ടാമത് തന്നെ റീടേക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഈ ഒരു സാധനം മാത്രമല്ല, നമ്മളെപ്പോഴും സ്റ്റണ്ട് ചെയ്ത് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സാധനം മാത്രം തമ്പ് കാണിക്കും. ഈ ഒരു സാധനം എപ്പോഴും നമ്മൾ കാണിച്ചുകൊണ്ട് വെക്കും. അപ്പോഴും ആ കൃഷാന്ത് സാർ പറഞ്ഞൊരു അർത്ഥമുണ്ട്, അവന് ഭ്രാന്ത, അവന് പിന്നെ വീണിട്ടും പിന്നെ ആ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. അത് ഞങ്ങൾക്ക് അത്രയും ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്.